ലക്ഷം ഭേദിച്ച് സ്വർണ്ണവില. ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് സ്വർണ്ണവില 1 ലക്ഷം കടന്നു. ഒരു പവന് 1,01,600 രൂപയാണ് ഇപ്പോഴത്തെ വില. വിലവർധനവിൽ ആശങ്കയും ഒരുപോലെയെന്ന് നിക്ഷേപകരും വ്യാപാരികളും. അങ്ങനെ സ്വർണം കയ്യിൽ കരുതിയിരുന്നവർ കാത്തിരുന്ന ദിവസമെത്തി. ഒരു പവൻ സ്വർണത്തിന് വില 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ. എന്നാൽ സ്വർണം വാങ്ങാനെത്തുന്നവർക്ക് ഗ്രാമിന് 12,700 രൂപ നൽകേണ്ടി വരും. ആഭരണ ലോഹങ്ങളുടെ ഗണത്തിൽ രാജകീയ പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ സ്വർണത്തിന് സ്ഥിരമായ വിലവർധനമാണ് അനുഭവപ്പെട്ടിരുന്നത്. കോവിഡ് കാലത്ത് സ്വർണ്ണവില പവന് 40,000 എന്നതായിരുന്നു. എന്നാൽ 5 വർഷങ്ങൾക്ക് ശേഷം 1 ലക്ഷം കടന്ന് കുതിപ്പ് തുടരുകയാണ്. അന്താരാഷ്ട്ര വിപണിയിലെ നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്നിവയാണ് സ്വർണ്ണവിലയുടെ ഉയർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. ഇന്ത്യയിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര വിപണി നിരക്കുകളെ ആശ്രയിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ലോകവ്യാപകമായ സാമ്പത്തിക സാഹചര്യങ്ങൾ ഇന്ത്യൻ വിപണിയെ നേരിട്ട് ബാധിക്കുന്നു. സുരക്ഷിത നിക്ഷേപമായതിനാൽ സ്വർണത്തിന് കൂടുതൽ ഡിമാൻഡ് നിലനിൽക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അന്താരാഷ്ട്ര വില അനുസരിച്ചാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയുടെ റെക്കോർഡ് ഉയർച്ച നിക്ഷേപകരും വ്യാപാരികളും ശ്രദ്ധിക്കേണ്ട സാഹചര്യമായി മാറിയിരിക്കുന്നു. സ്വർണ്ണവില വർദ്ധിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആഗോള പണപ്പെരുപ്പാണ്. പണപ്പെരുപ്പുമായിട്ട് ബന്ധപ്പെട്ട് രൂപയുടെ മൂല്യം കുറയുമ്പോൾ, കറൻസിയുടെ മൂല്യം കുറയുമ്പോൾ സ്വർണ്ണവില ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. പിന്നെ നമ്മുടെ രാജ്യം പോലെ ഇന്ത്യ പോലെയുള്ള സ്വർണത്തിൻ്റെ ആവശ്യകതയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്നുകൂടെ വില കൂടാൻ സാധ്യതയുണ്ട്. കാരണം ഡോളറിനെതിരെ കറൻസിയുടെ മൂല്യം കുറയുമ്പോൾ സ്വർണ്ണവില ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അതാണിപ്പോൾ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വില ഇനി കണ്ടമാനം കൂടുമെന്നുള്ളതാണ് ചാൻസ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.